നമസ്കാരം. അപ്പൊ ഇന്ന് പടവല കൃഷിയുടെ വിശേഷങ്ങളാണ്. നമുക്കറിയാം, സാധാരണ ഒരു അടുക്കളത്തോട്ടത്തിലോ വീട്ടിലോ അല്ലെങ്കിൽ വ്യാവസായിക അടിസ്ഥാനത്തിലോ ഒക്കെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പടവലം എന്ന് പറയുന്നത്. അപ്പൊ പടവല കൃഷിയിലെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പടവലം നമുക്കറിയാം എല്ലാ സ്ഥലത്തും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം പടവലം കൃഷി ചെയ്യാനായിട്ട്. നല്ല വെയിൽ വേണ്ട. ഇപ്പൊ ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിൽ വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി നടാം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു തുറന്ന കൃഷി സ്ഥലത്താണ് നടുന്നതെങ്കിൽ പന്തല് കെട്ടി ഇതേപോലെ നല്ല വെയിൽ കിട്ടുന്ന രീതിയിൽ നമുക്ക് പടവലം നടാനായിട്ട് സാധിക്കും. പിന്നെ പടവലത്തിന് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് സ്ലറി രൂപത്തിലുള്ള വളങ്ങളാണ് പടവലത്തിന് ഏറ്റവും പെട്ടെന്ന് വലിച്ചെടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ നമ്മൾ വെജിറ്റബിൾ സ്ലറി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ചാണകവും ഗോമൂത്രവും ഒക്കെ ചേർത്തിട്ട് സ്ലറി ഉണ്ടാക്കുന്നു. ഇനി അതല്ലെങ്കിൽ സീവീഡ് ജെല്ല് ഒരു ഗംഭീര വളമാണ്. അത്തരത്തില് ലിക്വിഡ് രൂപത്തിലുള്ള വളങ്ങളാണ് പടവലത്തിന് ഏറ്റവും ഇഷ്ടവും ഏറ്റവും പെട്ടെന്ന് വലിച്ചെടുക്കാൻ സാധിക്കുന്നത്. അതൊരു 10 മുതൽ 15 ദിവസം ഇടവിട്ട് നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, സ്ലറി രൂപത്തിലുള്ള വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ പടവലം വളരെ പെട്ടെന്ന് വളരുകയും നല്ല വലിപ്പമുള്ള കായ്കൾ നമുക്ക് തരികയും ചെയ്യും. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ജൈവാംശം നല്ലപോലെ ആവശ്യമുള്ള ഒരു കൃഷിയാണ് പടവലം എന്ന് പറയുന്നത്. ചുവട്ടിൽ നിന്ന് ഒരിക്കലും നനവോ അല്ലെങ്കിൽ ഒരു ഈർപ്പം ഒരിക്കലും മാറാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് ചുവട്ടിൽ പൊതയിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ആവശ്യത്തിന് ജൈവാംശമോ കമ്പോസ്റ്റോ കാലിവളങ്ങളോ ഇതൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ചുവട്ടിൽ വെള്ളം നിൽക്കും. അതിനൊരു തുള്ളി നന സംവിധാനമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. അതേപോലെ തന്നെ പടവലം നമുക്ക് വിളവെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പൂവ് കായായി വരുമ്പോൾ ഏകദേശം ഒരു 2 ആഴ്ച സമയം കഴിയുമ്പോൾ നമ്മൾ പടവലം ഇങ്ങനെ ഞെക്കി നോക്കുമ്പോൾ ഒരുപാട് ഹാർഡല്ല, ഒരു ചെറിയ രീതിയിൽ ഹാർഡായിട്ട് വരുന്ന സമയത്താണ് ഇത് വിളവെടുക്കേണ്ടത്. ഇത് ശരിക്കും ഒരു 2 ആഴ്ച ആ ഒരു സമയത്ത് എടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാനൊക്കെ വളരെ നല്ലതായിരിക്കും. പടവലത്തിനെ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ചിത്രകീടം, അതുപോലെ തന്നെ കായീച്ച, ഇലചുരുട്ടിപ്പുഴു, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഈ കായീച്ചകളെ നമുക്ക് വേണമെങ്കിൽ പഴക്കണികൾ വെച്ചിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതേപോലെ ഈ ചിത്രകീടം പോലുള്ള സാധനങ്ങൾ, ഇലചുരുട്ടിപ്പുഴു, ഇതൊക്കെ വന്നതിന് ശേഷം നമ്മൾ ചികിത്സിക്കാൻ പോയി കഴിഞ്ഞാൽ വലിയ പാടായിരിക്കും, കൃഷിയിൽ നഷ്ടം വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരാഴ്ച ഇടവിട്ട് ബിവേറിയ നമ്മൾ കൃത്യമായിട്ട് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വേപ്പെണ്ണ ഉൾപ്പെടുന്ന എന്തെങ്കിലും ജൈവ കീടനാശിനികൾ കൃത്യമായിട്ട് സ്പ്രേ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ചിത്രകീടങ്ങളെ, ഇലചുരുട്ടിപ്പുഴു, ഇങ്ങനത്തെ കായീച്ചകൾ, ഇതിന്റെയൊക്കെ ശല്യം ഒഴിവാക്കി പടവലം വളരെ ലാഭകരമായിട്ട് കൃഷി ചെയ്ത് രുചികരമായിട്ട് കഴിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടാവും. അപ്പൊ എന്തായാലും ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും ഒക്കെ താഴെ രേഖപ്പെടുത്തുക. കൃഷിയെ സ്നേഹിക്കുന്ന മറ്റു സുഹൃത്തുക്കൾ കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ കൃഷിയുടെ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇവിടെ പറയുന്നു ബൈ.